ഇനി ഞാൻ ഡോക്ടർ സുബൈറിനോട് കാണിച്ച ദാക്ഷിണ്യം ഞാൻ പറയട്ടെ. ഡോക്ടറിൻ്റെ പെട്ടിയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയും കേരളത്തിൽ ഇവർ നടക്കുന്ന പെട്ടിയിലുള്ള സംഗതികൾ എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്പ്രേയർ, പിന്നെ ഓസ്, അവിടെയൊക്കെ ഞാൻ മര്യാദ വെച്ച് ഡോക്ടറിൻ്റെ പെട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുല്ലേപ്പടിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ആദർശ വിശദീകരണം നടത്തുമ്പോൾ, ആദ്യമായി ആദർശ വിശദീകരണം നടത്തുമ്പോൾ ഒരു സംഭവം ഞാനിതിൽ പറയുന്നുണ്ട്. ഇന്ന് ജിന്നുവാദികൾ ക്ലിപ്പിട്ട് കിടക്കുക. എന്താണെന്നറിയോ? ഒരു ജിന്നിനെ ഇളക്കിയിട്ട് ആ ജിന്നോട് ചോദിച്ചു, എന്ത് നീ എവിടുന്നാ ഇളക്കിന്ന് പറയാണ്. ജിന്നാണോ മറ്റാണോ വേറെ എന്താണോ നമുക്ക് അറിഞ്ഞൂടാ. ഇളക്കി. അപ്പോൾ ജിന്നിനെ ഇളക്കി. എന്താ പേര്? അപ്പോൾ ഒരു പേര് പറഞ്ഞു. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, വസുമതി. ജിന്നിൻ്റെ പേരെന്താ? വസുമതി. എവിടുന്നാ പറഞ്ഞത്? അപ്പോൾ ഒരു പേര് പറഞ്ഞു. വടക്ക് ഭാഗത്താണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞ കട്ടുപ്പാറ കലിങ്കിൻ്റെ അടിയിലാണ്. ഞാൻ ഇന്നലെ ഇളക്കിയ ഒരു ജിന്നുണ്ടായിരുന്നു. അയാൾ എവിടെ? ഒരു പ്രഭാകരൻ, ഒരു പേരിട്ടൊരു പ്രഭാകരൻ. ആ ജിന്നെവിടെ? അത് ഇന്നടുത്തുണ്ട്. നിങ്ങളെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഇത് ഞാൻ ജിന്നിളക്കുമ്പോൾ നടത്തുന്ന മുഖാത്തബത്തിന്, അഭിമുഖ സംഭാഷണത്തിന് ഉദാഹരണമായി ഇത് പാടില്ലെന്ന് പറയാൻ ഞാൻ പുല്ലേപ്പടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. ഇന്ന് ജിന്നുവാദിൽ എന്താ ചെയ്യണമെന്ന് അറിയാം? ക്ലിപ്പ് എടുത്തിട്ട് കണ്ടോ, അനസ്, വസുമതി, ജിന്നടക്കൽ കണ്ടോ, സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെ. ഇന്ന് വരെ ഡോക്ടറെ ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ആ പറഞ്ഞത് ഡോക്ടർ സുബൈറാണ്. എന്നെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലിട്ട് ജിന്നുവാദികൾ പറിച്ചു കീറുമ്പോഴും അന്ന് ആ സംസാരിച്ചത് വസുമതിയും അതുപോലെ തന്നെ കലിങ്കിനടിയും. അപ്രകാരം തന്നെ ഇന്നലെ ആ ജിന്നിനെ പറഞ്ഞു വിട്ട് ഡോക്ടർ സുബൈറിനെ കുറിച്ച് എന്നോട് ആ ജിന്ന് പറഞ്ഞിരുന്നു എന്ന് സംസാരവേളയിൽ പറഞ്ഞ വിവരം, ആ വിവരം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് മറച്ചു വെച്ചു. എന്നിട്ട് അത് ജിന്നുവാദികൾ ക്ലിപ്പാക്കി കേരളത്തിൻ്റെ തെരുവോരങ്ങളിട്ട് അനസ് എന്ന ഈ സാധുവിൻ്റെ തൊലിയുരിച്ചപ്പോഴും ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടറെ, അന്ന് ആ സംസാരിച്ചത് ഡോക്ടർ സുബൈറായിരുന്നു, അത് ഡോക്ടർ സുബൈറിൻ്റെ അനുഭവമായിരുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ തടി തപ്പാൻ ഞാൻ ഇതുവരെ തയ്യാറാകാതിരുന്നത് എൻ്റെ മനസ്സിൻ്റെ ഏതോ കോണിൽ അങ്ങയോട് സൂക്ഷിച്ചിരിക്കുന്ന സ്നേഹം കൊണ്ടാണ്, ഹുബ്ബ് കൊണ്ടാണ് എന്ന് താങ്കൾ തിരിച്ചറിയണം. എന്താ ഞങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചത്രയും നിങ്ങളെ പൊക്കി നടക്കുന്ന ഒരാളും സ്നേഹിച്ചിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരംശം നിങ്ങളെ താങ്ങി നടക്കുന്ന ജിന്നുവാദികൾ നിങ്ങളോട് കാണിച്ചിട്ടില്ല. നിങ്ങൾ അവർ ഉപയോഗിക്കും, ഞങ്ങൾക്കറിയാം. എന്നിട്ട് കറിവേപ്പില പോലെ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ അവർ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെന്താ വിചാരിച്ചു? നിങ്ങളോട് ദേഷ്യം കൊണ്ട് ഞങ്ങൾ പറയുകയാണെന്നോ? അല്ല. സ്വന്തം എൻ്റെ വ്യക്തിത്വത്തെ പോലും പറിച്ചു കീറിയപ്പോഴും താങ്കളുടെ പേര് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കളത് പറഞ്ഞപ്പോൾ, ഞാൻ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, താങ്കളുടെ ചികിത്സയെ അത് ഞാൻ പരിഹാസത്തോടെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വേദന ഉണ്ടായി. അതുകൊണ്ട് മാത്രം, നിങ്ങളിവിടെ ഉണ്ടെന്നത് കൊണ്ട് മാത്രം, എൻ്റെ മനസ്സിലുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കണമെന്നത് കൊണ്ട് മാത്രം, അത് റസൂൽ പഠിപ്പിച്ച ചര്യയാണെന്നത് കൊണ്ട് മാത്രം ഈ നിമിഷത്തിൽ ഇപ്പോഴാണ് ഞാൻ ആ വസുമതി കേസ് പറയുന്നത്. മനസ്സിലാക്കണം. നിങ്ങളെ പരിഹസിച്ചല്ല. ഇനി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്ന് ഇവിടുന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. നല്ല ലക്ഷണമാണ്. ഞാൻ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്ത ചികിത്സയിൽ അബദ്ധങ്ങളുണ്ടായി, അദ്ദേഹം തിരുത്തി പിന്മാറി, ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് ഡോക്ടറെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അള്ളാഹു നിങ്ങളെ ഹൈറിലാക്കട്ടെ, ബർക്കത്തിലാക്കട്ടെ, കൂടുതൽ ഇസ്സത്തോടെ ഉയർന്നു വരാൻ തൗഫീക്ക് തരട്ടെ. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല നിങ്ങളോട്. നിങ്ങളെന്താ മനസ്സിലാക്കണത്? അദ്ദേഹം അബദ്ധം ചെയ്തു 10 കൊല്ലങ്ങൾക്ക് മുമ്പോ 5 കൊല്ലങ്ങൾക്ക് മുമ്പോ, ഇന്നലെ ചെയ്തായിക്കോട്ടെ, ഇന്ന് തിരുത്തിക്കോ, ഞങ്ങൾക്ക് ബേജാറില്ല. അതിൻ്റെ പേര് ഡോക്ടർ സുബൈറിനെ ഞങ്ങൾ പരിഹസിക്കുന്നില്ല, വ്യക്തിയെ ഞങ്ങൾ പരിഹസിക്കുന്നില്ല. എന്നാൽ ആ ചികിത്സകളെ കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്പോഴും ഇറക്കുമതി ചെയ്ത് കൊണ്ടു നടക്കുന്ന പലരുണ്ട്. അത് വിമർശിക്കാതിരിക്കുന്ന വൃത്തിയില്ല.